നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കൊട്ടേഷനോ കെട്ടുകഥയോ? നടിയെ ആക്രമിക്കാൻ ആരും കൊട്ടേഷൻ നൽകിയില്ലെന്നും ബ്ലാക്ക്മെയിലിംഗിലൂടെ പണം തട്ടുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പൾസർ സുനി. ക്രൂരപീഡനം കൊട്ടേഷനാണെന്ന് നടിയോട് പറഞ്ഞത് ഭീഷണിപ്പെടുത്താനെന്നും മുഖ്യപ്രതി. പിടിയിലായ പൾസർ സുനിയുമായി പുലരുവോളം പോലീസിന്റെ തെളിവെടുപ്പ്. സംഭവത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും ഗൂഢാലോചന അവ്യക്തം. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡന ദൃശ്യങ്ങൾ പകർത്താൻ പദ്ധതിയിട്ടത് 1 മാസം മുൻപ്. എന്നാൽ അവസരം ഒത്തുവന്നത് കഴിഞ്ഞയാഴ്ച മാത്രമെന്നും ഇന്നലെ കോടതിയിൽ പിടിയിലായ സുനിയുടെ മൊഴി. കൊച്ചിയിൽ നടിയുമായി വാഹനത്തിൽ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ പൾസർ സുനിയെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പുലർച്ചെ 2:30 വരെ. നടിയെ ഉപേക്ഷിച്ച സ്ഥലത്തും മൊബൈൽ ഉപേക്ഷിച്ചതായി പറയുന്നിടത്തും തെളിവെടുപ്പ്. എന്നാൽ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസിന് കണ്ടെടുക്കാനായില്ല. സുനിയുമായി ബന്ധമുള്ള ഷെർലി മാത്യുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. സംഭവത്തിന് ശേഷം പ്രതി പോയത് ഗിരിനഗറിലെ ഇവരുടെ വീട്ടിലേക്കെന്ന പോലീസിന്റെ സ്ഥിരീകരണം. പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പൾസർ സുനി ഏൽപ്പിച്ചത് ഈ സ്ത്രീയുടെ കൈവശമെന്ന് സംശയം. നാടകാന്ത്യം പോലീസ് വിജയം. മനസാക്ഷിയെ നടുക്കിയ ക്രൂരതയ്ക്ക് പിന്നിലെ നരാധമനെ കീഴടക്കിയ പോലീസിന് അഭിനന്ദനങ്ങളുമായി പൊതുസമൂഹം. ഇന്നലെ ഉച്ചയ്ക്ക് എറണാകുളം ACJM കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനിയെയും വിജീഷിനെയും പോലീസ് വലയിലാക്കിയത് നാടകീയമായി. നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച അഭിഭാഷകർക്ക് തിരിച്ചടി. പോലീസിന് പിടികൊടുക്കാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാനുള്ള പ്രതികളുടെ തന്ത്രം പാളിയത് തലനാരിഴയ്ക്ക്. ഉച്ചയുണ്ട് കോടതി പിരിഞ്ഞ സമയത്തെത്തിയ പ്രതികളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. പ്രതികളെ കോടതിയിൽ തിരികെ ഹാജരാക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ സമർപ്പിച്ച ഹർജി ഇതേ കോടതി പിന്നീട് തള്ളി. ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ച പ്രതികളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. ആക്രമണത്തിന് പിന്നിൽ മറ്റാരുടെയും കൊട്ടേഷൻ അല്ലെന്ന സുനിയുടെ മൊഴി മുഖവിലക്കെടുക്കാതെ പോലീസ്. മറഞ്ഞിരിക്കുന്ന മുഖ്യ ആസൂത്രകനെ തിരിച്ചറിയാനാകുമെന്ന് പ്രതീക്ഷ. അതിരുചാടുന്ന സദാചാരം. കൊല്ലത്തെ സദാചാര വേട്ടയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത അനീഷിന്റെ മരണത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് അനീഷിന്റെ ബന്ധുക്കൾ. സംഭവത്തിന് ശേഷവും പ്രതികൾ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചതായി അനീഷിന്റെ ആത്മഹത്യാക്കുറിപ്പ്. പ്രതികൾ ഫേസ്ബുക്കിലൂടെ മാനസിക പീഡനം തുടരുന്നത് സംബന്ധിച്ച് അനീഷ് നൽകിയ പരാതിയിൽ നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. സംഭവത്തെക്കുറിച്ച് കൊല്ലം, പാലക്കാട് SP-മാർ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകണം. സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം തടയണമെന്നും കമ്മീഷൻ. പാലക്കാട് അഗളി സ്വദേശിയായ അനീഷിനും ശൂരനാട്ടുകാരിയായ വനിതാ സുഹൃത്തിനും സദാചാര ഗുണ്ടകളുടെ മർദ്ദനമേറ്റത് ഇക്കഴിഞ്ഞ 14-ന് കൊല്ലം അഴീക്കൽ ബീച്ചിൽ. അനീഷിന്റെ പരാതിയെ തുടർന്ന് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയ അനീഷിനെ വീടിനു സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട്. ചർച്ച കഴിഞ്ഞ വിജ്ഞാപനം. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ അന്തിമ വിജ്ഞാപനം. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളുടെ നിലപാട് കൂടി പരിഗണിച്ച ശേഷം മാത്രമെന്ന് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ വിസ്തൃതി സംബന്ധിച്ച് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം കൈമാറും. സംസ്ഥാനത്തിന്റെ തുടർ നടപടികൾ കേന്ദ്ര നിലപാട് വ്യക്തമായതിനു ശേഷം. പശ്ചിമഘട്ട വനമേഖലയിൽ പരിസ്ഥിതി ദുർബല പ്രദേശമായി പരിഗണിക്കേണ്ടത് 9107 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മാത്രമെന്ന് സർക്കാർ നിലപാട്. ജനവാസ മേഖലയിൽ ഉൾപ്പെട്ട 886 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ദുർബല മേഖലയുടെ പരിധിയിലാക്കിയത് ഒഴിവാക്കണമെന്നും ആവശ്യം. ഈ മേഖലയുടെ സംരക്ഷണ ചുമതല സംസ്ഥാനത്തിനു കൈമാറണമെന്ന് കേന്ദ്രത്തിനുള്ള റിപ്പോർട്ടിൽ കേരളം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.